നമുക്കാദ്യം ഒരു ദൃശ്യം കാണാം. ദൃശ്യം ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്ന്. ഒല്ലൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി കെ രാജനാണ്, കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി. അദ്ദേഹത്തെ കാണാൻ ഏതാനും പേർ എത്തുന്നു. ആ ദൃശ്യത്തിലേക്ക്. ശരിക്കും എൻ്റെ മക്കളത്തേക്ക് ഒന്നും കൂടെ വരണം ജയിച്ചിട്ട്. ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ കെ രാജനെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യം. ആ സ്ത്രീ വയനാട് ദുരന്തത്തിൽ 3 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയാണ്. പേര് സൈന. നഷ്ടപ്പെട്ട 3 മക്കൾ ധ്യാൻ, നിവേദ്, നിഷാൻ. ഈ 3 മക്കളെയും കാണാൻ വിജയിച്ചതിന് ശേഷം വയനാട്ടിലേക്ക് വരണേ എന്ന് പറയുകയാണ് ആ അമ്മ. ആ അമ്മ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ദുരന്തത്തിന് ശേഷം അവരെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിച്ച ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് കെ രാജൻ. കെ രാജൻ എല്ലാ ദിവസവും വയനാട്ടിലുണ്ടായിരുന്നു. അവരുടെ ദുരന്തത്തിൽ അവരെ സഹായിക്കാൻ അവരോടൊപ്പം നിന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാളെ കാണാനാണ് ഒല്ലൂരിലേക്ക് വയനാട്ടിൽ നിന്ന് ഈ അമ്മ എത്തിയത്. ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കെ രാജനെ കെട്ടിപ്പിടിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ മനസ്സിൽ അപ്പോൾ 3 മക്കളാണ്, തങ്ങൾക്ക് നഷ്ടപ്പെട്ട 3 മക്കൾ. ആ ദുഃഖം പങ്കുവെക്കാൻ ഒരേ ഒരാളെയുള്ളൂ, സഹോദര തുല്യനായ കെ രാജൻ. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ നിന്ന് അവർ ഒല്ലൂരിൽ എത്തിയത്. ഇനി നമുക്ക് മറ്റൊരു ദൃശ്യം കാണാം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ നിന്നും. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതേമായിട്ടുള്ള ഒരു വീട് മറ്റൊരു സർക്കാർ വിചാരിച്ചാൽ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിന്റെ നിർമ്മാണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് പല ആളുകളും പല വിധത്തിലും ഉള്ള ആക്ഷേപങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പറയുന്നെങ്കിലും ഈ വീട് കിട്ടിയിട്ടുള്ള അതിന് കിട്ടാൻ പോകുന്ന ആളുകളും സർക്കാരിന്റെ നിലവിലുള്ള വീടുകൾ വളരെ സന്തുഷ്ടരായുള്ള ആളുകളാണ് അതിനകത്ത് ജീവിക്കാനായിട്ട് പോകുന്നത്. ആ പ്രദേശത്തുള്ള ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലുള്ള മുഴുവൻ ആളുകളും സർക്കാരോട് പ്രതിജ്ഞാബദ്ധമായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ഈ സ്ഥലം നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ തന്നെ പലരും കണ്ണുവെക്കും. ഇത് അത്രയും കണ്ണായ സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് നിങ്ങൾ നാളെ താമസിക്കാൻ പോകുന്നത്. ആ കണ്ണുവെക്കുന്ന കൂട്ടത്തിൽ പല റിയൽ എസ്റ്റേറ്റുകാരുണ്ടാകും, അവരുടെ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ വിവിധ ഓഫറുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് നിലപാടെടുക്കുക. നിങ്ങൾ ഇവിടെ തന്നെ കഴിയാവുന്നത്ര താമസിക്കാൻ നോക്കുക. അതാണ് അത്രയും ഞാനിപ്പോൾ പറയുന്നത്. ആ ഒരു ജാഗ്രത നിങ്ങൾ എടുത്തു പോകണം. വയനാട് ദുരന്ത ബാധിതർ അവർ മുഖ്യമന്ത്രിയെ കാണാനെത്തിയതാണ്. മുഖ്യമന്ത്രിയെ കാണുക എന്നതിനപ്പുറം ധർമ്മടം മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ LDFന്റെ സ്ഥാനാർത്ഥിയെ കാണുക, വിജയമാശംസകൾ നേരുക എന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രി അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ സ്ഥലം വളരെ കണ്ണായ സ്ഥലമാണ്. നിങ്ങൾക്ക് നൽകിയ വീടും സ്ഥലവും കണ്ണായ സ്ഥലമാണ്. റിയൽ എസ്റ്റേറ്റുകാർ വട്ടമിട്ട് പറക്കും. അവിടെ തന്നെ നിങ്ങൾ താമസിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറെക്കാലം അവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് വയനാട്ടിലേക്ക് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതോടൊപ്പം ദുരന്തബാധിതർ മുഖ്യമന്ത്രിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പാല് കാച്ചലിന്, വീടിൻ്റെ പാല് കാച്ചലിന് ഞങ്ങളോടൊപ്പം മുഖ്യമന്ത്രിയും ഉണ്ടാകണം, പിണറായി വിജയനും ഉണ്ടാകണം എന്ന്. നോക്കാം എന്ന ഒരു വാക്കിൽ മറുപടി ഒതുക്കി മുഖ്യമന്ത്രിയോട് അവർ വയനാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി അവരോട് എല്ലാം ചോദിച്ചറിയുകയും ചെയ്തു. അക്കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. അവരുടെ ക്ഷേമം മുഖ്യമന്ത്രി അന്വേഷിച്ചു. എന്തിനാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ വന്നത്? അതൊരു അടയാളമാണ്. കേരളത്തിൽ നാളെ ആര് ഭരിക്കണം എന്നതിൻ്റെ ഒരു അടയാളം. ഈ സർക്കാരല്ലാതെ മറ്റാര്, LDF അല്ലാതെ മറ്റാര്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ 2 ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത്. ഈ സർക്കാർ തുടരണം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരെ പോലെ ദുരിതം അനുഭവിക്കുന്ന 10,000-ങ്ങൾക്ക് വേണ്ടി.